ബന്ധം തീർന്നു. എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഇല്ല. പ്രഭാവതിയുടെ നീക്കം നന്ദന് പ്രഹരമാകുമോ? നമുക്ക് ഋഷി ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ? നന്ദന്റെ മുമ്പിൽ വെച്ച് തന്നെ ഋഷിയെ കൊണ്ട് എന്നോട് ക്ഷമ ചോദിപ്പിക്കാം. ഹലോ, അങ്ങനെ സുഗമോ ദേവിയിൽ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ദേവിക എല്ലാവരുടെയും വെറുക്കപ്പെട്ടവളാകുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ ശാരിക ഭയങ്കര ദേഷ്യത്തിൽ വന്ന് വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട്, ഇനി അവൾ എൻ്റെ ചേച്ചിയല്ല, MLA ആയപ്പോൾ അവൾ ഭയങ്കര അഹങ്കാരിയായി, എൻ്റെ പഠിത്തം അവൾ നിർത്തിച്ചു എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം ആ വീട്ടിലെല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം ചേച്ചിയും അനിയത്തിയുമാണ് ഇപ്പോൾ ശത്രുക്കളായിരിക്കുന്നത്. ഇപ്പുറത്ത് നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥനോടും ദേവികേനോടൊക്കെ പറയുന്നുണ്ട്, നന്ദന്റെ ഈ ഒരു വിഭ്രാന്തി മാറ്റാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഋഷി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊണ്ട് എന്നോട് മാപ്പ് പറയിപ്പിക്കണം, എന്നാൽ മാത്രമേ നന്ദന് ഇനി ഒരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപാടെ നന്ദന് ഒന്നും കൂടി പിരിമുറുകി, ഒന്നും കൂടി പ്രാന്തായി. കാരണം ഋഷി മരിച്ച കാര്യം ഇവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലെ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.